ബ്രോ, എനിക്കിവിടെ ഒരു ജോലി ശരിയായി. 2 ആഴ്ചയാണ് ട്രയൽ പീരീഡ് ചോദിക്കുന്നത്. അവരെന്റെ പാസ്പോർട്ട് ചോദിച്ചു. അത് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജോബ് കൺഫേം ആയിട്ടില്ല. ട്രയൽ പീരീഡ് ആണ് ചോദിച്ചത്. അപ്പൊ ഈ 2 ആഴ്ചത്തെ ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. UAE നിയമം അനുസരിച്ച് ഒരിക്കലും ഒരു എംപ്ലോയറിന് ഒരു എംപ്ലോയിയുടെ പാസ്പോർട്ട് കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല. അത് ശരിക്കും ഇവിടെ ഇല്ലീഗലാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ട്രയൽ പീരീഡ് അല്ല, നിങ്ങൾക്ക് ഒരു വിസ അടിച്ചാൽ പോലും നിങ്ങളുടെ പാസ്പോർട്ട് അവർക്ക് കൊടുക്കരുത്. ഇവിടെ വിസ അടിക്കണതെല്ലാം ഓൺലൈൻ വഴിയാണ്. നിങ്ങൾക്ക് പാസ്പോർട്ട് ഫിസിക്കലായിട്ട് സബ്മിറ്റ് ആയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെഡിക്കൽ എടുക്കുമ്പോഴും പിന്നെ ബയോമെട്രിക്സിന് പോകുമ്പോഴാണ് ഫിസിക്കലി നമുക്ക് പാസ്പോർട്ട് കയ്യിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അതായത് ജോബ് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ പാസ്പോർട്ടും അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ കൊടുക്കും. എന്നിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ കുറെ നടക്കേണ്ടി വരും. അവർ പറയണ കേൾക്കേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പാസ്പോർട്ടൊക്കെ തരണം തന്നേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ അടുത്ത് ഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിക്ക ആളുകളും പേടിച്ചിട്ടൊക്കെ പാസ്പോർട്ട് കൊടുക്കൂട്ടോ. അതൊക്കെ വേറെ കാര്യം. ജോബ് വേണമെന്നുള്ള ഒരു ഇതിൽ പാസ്പോർട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് എപ്പോൾ കിട്ടുന്നത് അറിയ പോലും ഇല്ല. പിന്നെ ഒരുപാട് ആളുകൾ അബദ്ധവശാൽ പാസ്പോർട്ട് കൊടുത്തു പോകുന്ന ആളുകളുണ്ട്. അതായത് ജോലി തരാമെന്നൊറ്റ വാക്കിന്റെ പുറത്ത് പാസ്പോർട്ടും നമ്മുടെ ഫുൾ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവേത് അങ്ങനെ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ തന്നെ അവസാനപ്പെടുക. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ജോലിക്ക് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ.